മാസം 5000 രൂപ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് RD-യിലാണോ നിക്ഷേപിക്കേണ്ടത് അതോ SIP-യിലാണോ? ഒരേ 5000 മാസം തോറും നിക്ഷേപിച്ച 5 വർഷം കഴിഞ്ഞ് RD-യിലും SIP-യിലും കൂടെ എത്ര വ്യത്യാസം ഉണ്ടാവും? SIP എന്ന് കേൾക്കുമ്പോൾ കൂടുതൽ റിട്ടേൺ കിട്ടുമെന്ന് കരുതി നിങ്ങൾ നേരെ തുടങ്ങാതിരിക്കുകയാണോ അതോ RD പോലെ സുരക്ഷിതമായിട്ടൊരു ഓപ്ഷൻ തന്നെയാണോ നിങ്ങൾക്ക് നല്ലത്? നിങ്ങളുടെ പണം സുരക്ഷിതമായിരിക്കണോ അതോ ദീർഘകാലത്തേക്ക് വളരാനുള്ള സാധ്യത കൂടുതലായി വേണോ? ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അറിഞ്ഞാൽ RD വേണോ SIP വേണോ എന്ന് എളുപ്പത്തിൽ തീരുമാനിക്കാൻ പറ്റും. So welcome back to yet another video of Boss Wala Daily Malayalam YouTube channel. I am Akshara. നമ്മൾ മാസം സാലറി കിട്ടുമ്പോൾ ഒരു ചെറിയ തുക മാറ്റി വെക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ആ പണം എവിടെ ഇടണം എന്നതാണ് പലരുടെയും കൺഫ്യൂഷൻ. ബാങ്കിൽ ഒരു RD തുടങ്ങിയാലോ അതോ മ്യൂച്വൽ ഫണ്ടിൽ SIP തുടങ്ങിയാലോ എന്ന്? രണ്ടും ഒരുപോലെ ആണെന്ന് തോന്നാം. കാരണം രണ്ടിലും നമ്മൾ ഒരു നിശ്ചിത തുക ഇടയ്ക്കിടെ നിക്ഷേപിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മാസം 5000 രൂപ. പക്ഷെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. RD ഒരു ഡെപ്പോസിറ്റ് ആണ്, SIP ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള രീതിയാണ്. അതായത് രണ്ടും ഒരേ കാര്യമല്ല. ഒന്നിൽ നിങ്ങൾക്ക് നിശ്ചിത പലിശ ലഭിക്കും, മറ്റൊന്നിൽ നിങ്ങളുടെ പണം മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെന്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ഏതാ നല്ലത്, RD ആണോ SIP ആണോ? സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ഇതാണ് നോക്കാൻ പോകുന്നത്. എന്താണ് RD, എന്താണ് SIP, റിസ്ക് എത്രയാണ്, റിട്ടേൺ എങ്ങനെ വരും, അതുപോലെ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ടോ, പണം ആവശ്യമുണ്ടായ എത്ര എളുപ്പത്തിൽ പിൻവലിക്കാം, ഏത് സാഹചര്യത്തിൽ RD തിരഞ്ഞെടുക്കണം, ഏത് സാഹചര്യത്തിൽ SIP പരിഗണിക്കാം, അവസാനം നിങ്ങൾക്ക് RD ആണോ SIP ആണോ എന്നത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് നോക്കാം. ആദ്യം എന്താണ് RD എന്ന് നമുക്ക് നോക്കാം. RD അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ ഓരോ മാസവും ഒരു അനിശ്ചിത തുക ബാങ്കിലെ RD അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതാണ് RD. ഉദാഹരണത്തിന് നിങ്ങൾ മാസം 5000 രൂപ RD-യിൽ ഇടുന്നു എന്ന് കരുതുക. അപ്പൊ എല്ലാ മാസവും നിങ്ങൾ 5000 രൂപ വീതം നിക്ഷേപിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ടെന്യൂർ അനുസരിച്ച് ഈ നിക്ഷേപം തുടരും. ഇതിന് ബാങ്ക് ഒരു അനിശ്ചിത പലിശ നിരക്കും നൽകും. അതിനാൽ മെച്ചൂരിറ്റി സമയത്ത് നിങ്ങൾ നിക്ഷേപിച്ച തുകയോടൊപ്പം തന്നെ പലിശയും ലഭിക്കും. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ മാർക്കറ്റിന്റെ ദിവസേനയുള്ള മൂവ്മെന്റ് അനുസരിച്ച് മാറുന്നില്ല. നിങ്ങൾ RD തുടങ്ങുമ്പോൾ ബാധകമായ പലിശ നിരക്കും ബാങ്കിന്റെ നിബന്ധനകളും അനുസരിച്ചായിരിക്കും മെച്ചൂരിറ്റി എമൗണ്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ RD ഇഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട വിഭാഗം റിസ്ക് കുറച്ച് പ്രഡിക്റ്റബിൾ ആയ റിട്ടേൺസ് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. ഉദാഹരണത്തിന് എനിക്ക് മാർക്കറ്റിനെ കുറിച്ച് വലിയ ധാരണയില്ല, എന്റെ പണത്തിൽ വലിയ ഫ്ലക്ച്വേഷൻസ് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു നിശ്ചിത കാലയളവിന് ശേഷം എനിക്ക് ഈ പണം വേണം. ഇങ്ങനെയുള്ള ഒരാൾക്ക് RD ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് RD-യുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. RD-യുടെ ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് പ്രഡിക്റ്റബിലിറ്റി ആണ്. അതായത് എത്ര തുക നിക്ഷേപിക്കുന്നു, എന്ത് പലിശ നിരക്കാണ് ബാധകം, എത്ര കാലത്തേക്കാണ് ഡെപ്പോസിറ്റ് എന്നൊക്കെ അടിസ്ഥാനമാക്കി മെച്ചൂരിറ്റി വാല്യൂ കണക്കാക്കാൻ കഴിയും. രണ്ടാമത്തെ ഗുണം റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നതാണ്. മ്യൂച്വൽ ഫണ്ട് പോലെ മാർക്കറ്റിന്റെ ഡെയിലി അപ്സ് ആൻഡ് ഡൗൺസ് നേരിട്ട് കാണേണ്ടി വരില്ല. മൂന്നാമത്തെ കാര്യം സേവിംഗ് ഡിസിപ്ലിൻ. നിങ്ങളുടെ അക്കൗണ്ടിൽ സാലറി വന്നാൽ കുറച്ച് പണം ഓട്ടോമാറ്റിക്കലി മാറ്റിവെക്കുന്ന ശീലം ഉണ്ടാക്കാൻ RD സഹായിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പലർക്കും സേവിങ് ചെയ്യാൻ കഴിയാത്തത് വരുമാനം കുറവായതുകൊണ്ട് മാത്രമല്ല. ഈ മാസം കുറച്ച് ചെലവാക്കാം, അടുത്ത മാസം സേവ് ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതാണ് പലപ്പോഴും പ്രശ്നമാവുന്നത്. RD ഒരു ഫിക്സഡ് മന്ത്ലി കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ സേവിംഗ് ഡിസിപ്ലിൻ വളർത്താനും സഹായിക്കും. പക്ഷെ RD-ക്കും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. RD സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ അതിന് ഡിസഡ്വാൻറ്റേജസ് ഒന്നും ഇല്ല എന്നല്ല. ഒന്നാമതായിട്ട് റിട്ടേൺ പൊട്ടൻഷ്യൽ മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെന്റ്സിനെക്കാട്ടിലും കുറവായിരിക്കും. രണ്ടാമതായിട്ട് ഇൻഫ്ലേഷൻ എന്നൊരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് 10000 രൂപ കൊണ്ട് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങൾ 8-10 വർഷം കഴിഞ്ഞ് അതേ 10000 കൊണ്ട് വാങ്ങാൻ കഴിയണം എന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ മാത്രം നോക്കിയാൽ പോരാ, ഇൻഫ്ലേഷനെക്കാട്ടിലും നമ്മുടെ പണം വളരുന്നുണ്ടോ എന്നതും കൂടെ നോക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, RD-യിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് സാധാരണയായിട്ട് ടാക്സബിൾ ആണ്. നിങ്ങളുടെ ബാധകമായ ടാക്സ് റൂൾസ് അനുസരിച്ച് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ടാക്സബിൾ ആയേക്കാം. അതുകൊണ്ട് RD ഇൻട്രസ്റ്റ് ഇത്ര ശതമാനമാണ്, അതുകൊണ്ട് അത്രയും മുഴുവൻ റിട്ടേൺ കിട്ടും എന്ന് മാത്രം കണക്കാക്കരുത്. പ്രിമച്വർ വിഡ്രോവൽ ചെയ്തു കഴിഞ്ഞാൽ ബാങ്കിന്റെ റൂൾസ് അനുസരിച്ച് ചാർജസ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ഇൻട്രസ്റ്റ് പോലെയുള്ള കാര്യങ്ങളും ഉണ്ടാവാം. അതുകൊണ്ട് RD സേഫ് ആണെങ്കിലും എപ്പോഴും ഏത് സമയത്തും യാതൊരു കോസ്റ്റും ഇല്ലാതെ നിങ്ങൾക്ക് പണം എടുക്കാം എന്ന് കരുതരുത്. ഇനി നമുക്ക് SIP-യിലേക്ക് വരാം. എന്താണ് SIP? SIP എന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. ഇവിടെ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. SIP എന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് അല്ല, മ്യൂച്വൽ ഫണ്ടിൽ നിശ്ചിത ഇടവേളകളിൽ നിക്ഷേപിക്കുന്ന ഒരു രീതിയാണ് SIP. ഉദാഹരണത്തിന് മാസം 5000 രൂപ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ മാസവും 5000 രൂപ വീതം മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകും. ആ മ്യൂച്വൽ ഫണ്ട് ഏത് തരത്തിലുള്ള ഫണ്ടാണ് എന്നതനുസരിച്ച് നിങ്ങളുടെ പണം ഡിഫറെന്റ് സെക്യൂരിറ്റീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. ഇക്വിറ്റി ഫണ്ട് ആണെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ്സിലായിരിക്കും
ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ട് ആണെങ്കിൽ റിസ്ക് പ്രൊഫൈൽ വേറെ ആയിരിക്കും. അതുകൊണ്ട് SIP സേഫ് ആണോ എന്ന ചോദ്യം മാത്രം ചോദിച്ചാൽ മതിയാവില്ല. ഏത് മ്യൂച്വൽ ഫണ്ട്, എന്ത് അസറ്റ് ക്ലാസ്, എത്ര കാലത്തേക്ക്, എത്ര റിസ്ക് ടോളറൻസ്, ഇതെല്ലാം നോക്കണം. അടുത്തതായിട്ട് SIPയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ് എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ പൊട്ടൻഷ്യൽ തന്നെയാണ്. മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് റിട്ടേൺസ് ഫിക്സ്ഡ് ആയിരിക്കില്ല. മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവാം. മാർക്കറ്റിന് താഴേക്കാണ് പോകുന്നതെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. RDയിൽ നിങ്ങൾക്ക് പ്രീ ഡിറ്റർമിൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള റിട്ടേൺസ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ SIPയിലാണെങ്കിൽ റിട്ടേൺ ഗ്യാരണ്ടീഡ് അല്ല. പക്ഷെ ലോങ് ടേമിൽ മാർക്കറ്റ് ഗ്രോത്തിന്റെ ബെനിഫിറ്റ് ലഭിക്കാനുള്ള സാധ്യതയാണ് SIP നിങ്ങൾക്ക് നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് റുപ്പി കോസ്റ്റ് ആവറേജിംഗ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. നിങ്ങൾ മാസം 5000 രൂപ SIP ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. ഒരു മാസം മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സിന്റെ പ്രൈസ് കൂടുതലായേക്കാം. അപ്പോൾ 5000 രൂപ കൊണ്ട് കുറച്ച് യൂണിറ്റ്സ് മാത്രമേ കിട്ടൂ. മറ്റൊരു മാസം മാർക്കറ്റ് താഴ്ന്നാൽ അതേ 5000 രൂപ കൊണ്ട് കൂടുതൽ യൂണിറ്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. അങ്ങനെ മാർക്കറ്റ് ഉയരുമ്പോഴും താഴുമ്പോഴും റെഗുലറായി ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ പർച്ചേസ് പ്രൈസ് ആവറേജ് ചെയ്യപ്പെടുന്ന രീതിയാണ് റുപ്പി കോസ്റ്റ് ആവറേജിംഗ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇത് ലോസ് ഒഴിവാക്കും എന്ന് കംപ്ലീറ്റ്ലി ഗ്യാരണ്ടി തരുന്നില്ല. മാർക്കറ്റ് റിസ്ക് ഉണ്ടാവും. പക്ഷെ മാർക്കറ്റ് ടൈമിംഗ് ചെയ്യാതെ റെഗുലർ ഇൻവെസ്റ്റിംഗ് നടത്താൻ SIP സഹായിക്കും. SIPയുടെ മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് കോമ്പൗണ്ടിങ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് റിട്ടേൺ ലഭിക്കുന്നു. ആ റിട്ടേൺ വീണ്ടും ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമാവുകയും അത് വീണ്ടും റിട്ടേൺ ലഭിക്കുകയും ചെയ്യുമ്പോൾ ലോങ് ടേമിൽ വെൽത്ത് വളരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതുകൊണ്ടാണ് SIPയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ലോങ് ടേം എന്നുള്ള വാക്ക് നിങ്ങൾ കേൾക്കുന്നത്. 5 ദിവസം, 5 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് വലിയ വെൽത്ത് ഉണ്ടാക്കാനുള്ള മാജിക് ഫോർമുല അല്ല SIP. മാർക്കറ്റിന്റെ പെർഫോമൻസ് അനുസരിച്ച് ഷോർട്ട് ടേമിൽ വാല്യൂ താഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസ് ഉള്ള ഒരാൾക്ക് റെഗുലർ ഇൻവെസ്റ്റിംഗ് വളരെ യൂസ്ഫുൾ ആയേക്കാം. ഉദാഹരണത്തിന് റിട്ടയർമെന്റ്, കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ, 10 മുതൽ 15 വർഷത്തിന് ശേഷമുള്ള വലിയ ഫിനാൻഷ്യൽ ഗോൾ, ഇങ്ങനെയുള്ള ലോങ് ടേം ഗോൾസ് ആണെങ്കിൽ മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെന്റ്സ് പരിഗണിക്കുന്നവർ SIPയെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്നാൽ SIPക്ക് റിസ്ക് ഇല്ലേ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. റിസ്ക് ഉണ്ട്. SIP എന്ന് പറഞ്ഞാൽ റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് എന്നല്ല. കാരണം SIP വഴി മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് ഏത് അസറ്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് റിസ്ക് മാറും. പ്രത്യേകിച്ച് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ മാർക്കറ്റ് വൊളാറ്റിലിറ്റി കൂടുതലായിരിക്കും. മാർക്കറ്റ് ക്രാഷ് വന്നാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂയും കുറയാം. ഇപ്പൊ പലരും പാനിക്കായി SIP നിർത്തേ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യുകയോ ചെയ്യാറുണ്ട്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ടൈം ഹൊറൈസൺ, അതുപോലെ റിസ്ക് ടോളറൻസ്, ഫിനാൻഷ്യൽ ഗോൾ എന്നിവയൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് SIPയിൽ 12% കിട്ടും, 15% ഉറപ്പാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ കരുതിയിട്ട് SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ്, ഫ്യൂച്ചർ റിട്ടേൺസ് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഗ്രോയുടെ കമ്പാരിസണിലും SIP റിട്ടേൺസ് മാർക്കറ്റ് കണ്ടീഷൻസിനും ഫണ്ട് ടൈപ്പിനും അനുസരിച്ച് മാറും എന്നാണ് വ്യക്തമാക്കുന്നത്. ഇനി യഥാർത്ഥ കമ്പാരിസൺ RD വേഴ്സസ് SIP. ഇനി രണ്ടും സൈഡ് ബൈ സൈഡ് നമുക്ക് കമ്പയർ ചെയ്യാം. ആദ്യത്തെ ഫാക്ടർ റിസ്ക്. RDയുടെ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. SIPയുടെ റിസ്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മ്യൂച്വൽ ഫണ്ട്സിനെയും അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻസിനെയും അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് സേഫ്റ്റി ആണ് നിങ്ങളുടെ ഒന്നാമത്തെ പ്രയോറിറ്റി എങ്കിൽ RD കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യലിന് വേണ്ടി മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് SIP പരിഗണിക്കാം. രണ്ടാമത്തെ കാര്യം റിട്ടേൺസ്. RDയിൽ ഇൻട്രസ്റ്റ് റേറ്റ് പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും. SIPയിലെ റിട്ടേൺ ആണെങ്കിൽ ഫിക്സ്ഡും അല്ല. മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ ഹയർ റിട്ടേൺസ് ലഭിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ മാർക്കറ്റ് മോശമായാൽ റിട്ടേൺസ് കുറയാം. ചില സമയങ്ങളിൽ നെഗറ്റീവ് ആയിരിക്കാനും കഴിയും. അതുകൊണ്ട് SIP ഓൾവേസ് ഗിവ്സ് മോർ ദൻ RD എന്ന് പറയുന്നത് ശരിയല്ല. കമ്പാരിസൺ ചെയ്യുമ്പോൾ റിസ്ക് കൂടെ നമ്മൾ നോക്കണം. മൂന്നാമത്തെ കാര്യം ടൈം ഹൊറൈസൺ. നിങ്ങളുടെ ഗോള് അടുത്ത 1-2 വർഷത്തിനുള്ളിലാണെങ്കിൽ മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ വൊളാറ്റിലിറ്റി നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആവാം. ലോങ് ടേം ഗോൾ ആണെങ്കിൽ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള സമയം കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് തിരഞ്ഞെടുക്കുമ്പോൾ എത്ര റിട്ടേൺ എന്നതോടൊപ്പം തന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് പണം വേണ്ടത് എന്ന ചോദ്യം കൂടെ ചോദിക്കണം. നാലാമത്തെ കാര്യം ലിക്വിഡിറ്റി. SIPയിൽ സാധാരണയായിട്ട് SIP സ്റ്റോപ്പ് ചെയ്യാനും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് റിഡീം ചെയ്യാനും സാധിക്കും. പക്ഷെ സ്പെസിഫിക് ഫണ്ടിന്റെ എക്സിറ്റ് ലോട്ട്, ലോക്ക് ഇൻ തുടങ്ങിയിട്ടുള്ള റൂൾസ് ഒക്കെ ഉണ്ടാവും. RD പ്രിമച്വർ ആയി ക്ലോസ് ചെയ്യുമ്പോൾ ബാങ്കിന്റെ റൂൾസ് അനുസരിച്ച് പെനാൽറ്റി അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ഇൻട്രസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ വരാം. അതുകൊണ്ട് ലിക്വിഡിറ്റി നോക്കുമ്പോഴും സ്പെസിഫിക് പ്രൊഡക്റ്റ് റൂൾസ് നിങ്ങൾ ചെക്ക് ചെയ്യണം. അടുത്തത് ടാക്സ്. RDയിൽ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് സാധാരണയായി നിങ്ങളുടെ ആപ്ലിക്കബിൾ ടാക്സ് റൂൾസ് പ്രകാരം ടാക്സബിൾ ഇൻകം ആണ്.
SIP-യിൽ ടാക്സ് ട്രീറ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട് ടൈപ്പിനും ഹോൾഡിംഗ് പീരീഡിനും അനുസരിച്ച് മാറിയേക്കാം. അതുകൊണ്ട് SIP ടാക്സ് ഫ്രീ ആണ് അല്ലെങ്കിൽ RD ടാക്സ് ഫ്രീ ആണ് എന്നോ ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് ടാക്സേഷൻ റൂൾസ് മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ കറന്റ് ടാക്സ് റൂൾസ് നിർബന്ധമായിട്ടും പരിശോധിക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ മാസം 5000 രൂപ മാറ്റി വെക്കുന്നു. അപ്പോൾ ഒരു വർഷം നിങ്ങൾ നിക്ഷേപിക്കുന്നത് 60,000 രൂപയാണ്. 5 വർഷം നിങ്ങൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാത്രം കോൺട്രിബ്യൂഷൻ 3 ലക്ഷം രൂപയായിരിക്കും. 10 വർഷം അത് കണ്ടിന്യൂ ചെയ്താൽ 6 ലക്ഷം. ഇനി ഇതിലേക്ക് റിട്ടേൺസ് ചേർക്കണം. RD-യിൽ ആപ്ലിക്കബിൾ ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചായിരിക്കും മെച്ചോറിറ്റി എമൗണ്ട്. SIP-ലെ റിട്ടേൺ മാർക്കറ്റ് ലിങ്ക്ഡ് ആയതുകൊണ്ട് ഫിക്സ്ഡ് മെച്ചോറിറ്റി എമൗണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു SIP കാൽക്കുലേറ്ററിൽ അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 12% അസ്യൂംഡ് റിട്ടേൺ വെച്ച് ഒരു കാൽക്കുലേഷൻ കാണിച്ചാൽ പോലും അത് ഇല്ലസ്ട്രേഷൻ മാത്രമാണ്, ഗ്യാരണ്ടി അല്ല. ഇനി ആർക്കാണ് RD തിരഞ്ഞെടുക്കാൻ പരിഗണിക്കാവുന്നത് എന്ന് നോക്കാം. അതായത് ഇപ്പോൾ റിസ്ക് കുറവായിരിക്കണം, അതുപോലെ തന്നെ പ്രഡിക്റ്റബിൾ റിട്ടേൺസ് ആയിരിക്കണം വേണ്ടത്. ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഈ പണം എനിക്ക് ആവശ്യമുണ്ട്, മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് കാണുമ്പോൾ ടെൻഷൻ ആവും എന്നൊക്കെ ആണെങ്കിൽ RD ആയിരിക്കും നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ. പ്രത്യേകിച്ച് സേവിംഗ് ഡിസിപ്ലിൻ ഉണ്ടാക്കാനും ഷോർട്ട് അല്ലെങ്കിൽ മീഡിയം ടേം ഗോൾസ് പ്ലാൻ ചെയ്യാനും RD യൂസ്ഫുൾ ആയേക്കാം. ഇനി ആർക്കൊക്കെയാണ് SIP പരിഗണിക്കാവുന്നത്? അതായത് നിങ്ങൾക്ക് ലോങ് ടേം ഗോൾ ആണ്, മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ടോളറേറ്റ് ചെയ്യാൻ കഴിയും, ഫിക്സഡ് റിട്ടേണിനെക്കാട്ടിലും ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ് എനിക്ക് വേണ്ടത്, റെഗുലറായി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് SIP ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പക്ഷെ വീണ്ടും പറയാം, SIP തുടങ്ങുന്നതിന് മുൻപ് ഏത് ഫണ്ടാണ് തിരഞ്ഞെടുക്കുന്നത്, അതിന്റെ റിസ്ക് ലെവൽ എന്താണ്, എക്സ്പെൻസ് റേഷ്യോ എന്താണ്, പാസ്റ്റ് പെർഫോമൻസ്, ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എന്നിവയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. പാസ്റ്റ് പെർഫോമൻസ് മാത്രം നോക്കി ഫണ്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യരുത്. RD ആണോ SIP ആണോ നല്ലത്? അവസാനത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു സിംഗിൾ ആൻസർ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ചാണ് ആൻസർ മാറുന്നത്. സേഫ്റ്റി ആണ് നോക്കുന്നതെങ്കിൽ RD, ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ് പ്രധാനമെങ്കിൽ റിസ്ക് മനസ്സിലാക്കി മാർക്കറ്റ് ലിങ്ക്ഡ് മ്യൂച്വൽ ഫണ്ട് SIP നിങ്ങൾക്ക് പരിഗണിക്കാം. ചില ആളുകൾക്ക് രണ്ടും ഉപയോഗിക്കാനും കഴിയും. ഉദാഹരണത്തിന് ഷോർട്ട് ടേം ഗോളുകൾക്ക് റിലേറ്റീവ്ലി സ്റ്റേബിൾ ഓപ്ഷൻസ് ഉപയോഗിക്കാനും ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ ഗോളുകൾക്ക് അവരുടെ റിസ്ക് പ്രൊഫൈലിന് അനുയോജ്യമായ മ്യൂച്വൽ ഫണ്ട് SIP പരിഗണിക്കുകയും ചെയ്യാം. അതിനാൽ RD വേഴ്സസ് SIP എന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ് അനുസരിച്ച് രണ്ടിനും വ്യത്യസ്ത റൂൾസ് ഉണ്ടാവും. അപ്പോ RD ആണോ SIP ആണോ നല്ലത് എന്ന ചോദ്യത്തിന് ഒരു സിംഗിൾ ആൻസർ ഇല്ല. കുറഞ്ഞ റിസ്ക്, പ്രഡിക്റ്റബിൾ റിട്ടേൺ ആണെങ്കിൽ RD, ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യൽ, മാർക്കറ്റ് റിസ്ക് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ SIP പരിഗണിക്കാം. പക്ഷെ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുത്താലും ആദ്യം നിങ്ങളുടെ ഗോൾ മനസ്സിലാക്കുക. പണം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും, എത്ര കാലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, എപ്പോഴാണ് ആ പണം ആവശ്യമാവുന്നത്, എത്ര റിസ്ക് എടുക്കാൻ വേണ്ടി കഴിയും, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് SIP-യും RD-യും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എപ്പോഴും വേറെ ആയിരിക്കും. അതുകൊണ്ട് മറ്റൊരാളുടെ ഇൻവെസ്റ്റ്മെന്റ് കോപ്പി ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഗോൾ അനുസരിച്ച് തീരുമാനിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ സിമ്പിളായി പേഴ്സണൽ ഫിനാൻസ്, ഗവൺമെന്റ് സ്കീംസ്, ബാങ്കിങ്, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബോസ് വാല ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.